കേരള ഹൈക്കോടതിക്കെതിരെ സുപ്രീം കോടതി ക്രിമിനൽ കേസുകളിൽ മുൻകൂർ ജാമ്യം നേരിട്ട് കൊടുക്കുന്ന സാഹചര്യം മറ്റൊരു കോടതികളിലും ഇല്ലെന്നും വിമർശനം. കേരള ഹൈക്കോടതിയുടെ നടപടിയിൽ അതൃപ്തി പ്രകടിപ്പിച്ച് സുപ്രീം കോടതി കെ പ്രശാന്ത് ചേരുന്നുണ്ട്. വിശദാംശങ്ങളുമായി പ്രശാന്ത്, ഇപ്പോൾ വളരെ രൂക്ഷമായ ഒരു വിമർശനം തന്നെയാണ് കേരള ഹൈക്കോടതിക്കെതിരെ സുപ്രീം കോടതി ഉന്നയിച്ചിരിക്കുന്നത്. എന്തൊക്കെ കാര്യങ്ങളാണ് സുപ്രീം കോടതി ഉന്നയിച്ചിട്ടുള്ളത്? ശ്രീകാർത്തിക, സാധാരണഗതിയിൽ സെഷൻസ് കോടതിയിലേക്കാണ് മുൻകൂർ ജാമ്യാപേക്ഷകൾ എത്തേണ്ടത്, പ്രത്യേകിച്ച് ക്രിമിനൽ കേസുകളുമായി ബന്ധപ്പെട്ടാണെങ്കിലും അല്ലെങ്കിലും. പക്ഷേ കേരള ഹൈക്കോടതിയിൽ മാത്രമാണ് നേരിട്ട് മുൻകൂർ ജാമ്യാപേക്ഷകൾ ക്രിമിനൽ കേസുമായി ബന്ധപ്പെട്ട് എത്തുന്നു. അത് ഒരു സ്ഥിരം നടപടിക്രമം എന്ന് പറഞ്ഞ പോലെ അതിന് അനുമതി നൽകുന്നു. അങ്ങനെ ഒരു സ്ഥിരം കീഴ്വഴക്കം ഇപ്പോൾ കേരള ഹൈക്കോടതിയിൽ കാണാൻ കഴിയുന്നുണ്ട് എന്നുള്ളതാണ് ജസ്റ്റിസ് വിക്രംനാഥ്, സന്ദീപ് മേത്ത അടങ്ങിയ രണ്ടംഗ ബെഞ്ച് വ്യക്തമാക്കിയത്. മറ്റൊരു കോടതിയിലും സമാനമായ രീതിയിൽ ഒരു സാഹചര്യമില്ല. കേരള ഹൈക്കോടതിയിൽ മാത്രം കാണുന്ന ഒരു പ്രത്യേകതയാണ്. അതുകൊണ്ട് തന്നെ അത് അംഗീകരിക്കാനാകില്ല എന്നുള്ളതാണ് കോടതി വ്യക്തമാക്കിയത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ സാധാരണഗതിയിലെ നടപടിക്രമം ഇത്തരം ഒരു കേസ്, ഏത് കേസിലായാലും അതിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ബന്ധപ്പെട്ട സെഷൻസ് കോടതിയിലേക്ക് പോകണം. പക്ഷെ ഇവിടെ അത്തരം ഒരു നടപടിക്രമങ്ങൾ പാലിക്കുന്നില്ല. ആ പാലിക്കാത്തതിൽ ഒരു നിലപാടും ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നില്ല. വരുന്ന കേസുകളിലൊക്കെ തന്നെ ഹർജി പരിഗണിക്കുന്നു, അതിന് നടപടികൾ പൂർത്തിയാക്കി മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. മറ്റൊരു കേസ് പരിഗണിക്കുന്ന സമയത്ത് തന്നെയാണ് ഇത്തരം ഒരു പരാമർശം ഉണ്ടായത്. ഇപ്പോൾ ഇതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ മുതിർന്ന അഭിഭാഷകൻ സിദ്ധാർത്ഥ ലൂത്രയെ അമിക്കസ് ക്യൂറിയായി ഇപ്പോൾ സുപ്രീം കോടതി നിയോഗിച്ചിട്ടുണ്ട്. മാത്രമല്ല, ഈ വിഷയത്തിൽ കേരള ഹൈക്കോടതി രജിസ്ട്രാർ ജനറലിന് ഇപ്പോൾ സുപ്രീം കോടതി നോട്ടീസ് അയച്ചിട്ടുണ്ട്. കേസ് വീണ്ടും, ഈ ഹർജി വീണ്ടും ഒക്ടോബർ 14 പരിഗണിക്കുമെന്നുള്ളതാണ്, ഈ വിഷയം പരിഗണിക്കുമെന്നുള്ളതാണ് ഇപ്പോൾ രണ്ടംഗ ബെഞ്ച് വ്യക്തമാക്കിയിട്ടുള്ളത്. ഏതായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഗുരുതരമായ വിമർശനമാണ് ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത്. നേരത്തെ സെഷൻസ് കോടതിയിലേക്ക് പോയ ഒരു കേസിന്റെ തുടർ നടപടികൾ പരിശോധിക്കുന്ന സമയത്താണ് സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്ന് ഹൈക്കോടതിക്കെതിരെ ഈ വിമർശനം ഉണ്ടായിട്ടുള്ളത്. ഏതായാലും ഹൈക്കോടതി നൽകുന്ന മറുപടിയുടെ അടിസ്ഥാനത്തിലായിരിക്കും ഈ കേസിന്റെ തുടർ നടപടികൾ ഇനി ഉണ്ടാവുക. ശ്രീകാർത്തിക, ശരി. ക്രിമിനൽ കേസുകളിൽ മുൻകൂർ ജാമ്യം നേരിട്ട് കൊടുക്കുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ കേരള ഹൈക്കോടതിക്കെതിരെ സുപ്രീം കോടതി വിമർശനവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. കെ പ്രശാന്താണ് വിവരങ്ങൾ നൽകിയത്.